ആതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ ആന കാടിറങ്ങി. ഇന്ന് രാവിലെ വെറ്റിലപ്പാറ 14 സമീപം ആനയെ കണ്ടെത്തി. 3 ആനകൾക്കൊപ്പമാണ് പരിക്കേറ്റ ആനയുടെ സഞ്ചാരം. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, ആനയുടെ ഇപ്പോഴത്തെ നില എവിടെയാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു? വിശദാംശങ്ങൾ എന്താണ് ശ്യാം? മോത്തി, ആനയെ ഇപ്പോൾ വനം വകുപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആന ഇപ്പോൾ മറ്റ് 3 ആനകൾക്കൊപ്പമാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ തൊട്ടപ്പുറത്ത് ദൃശ്യങ്ങളിൽ കാണാം. ഈ പുഴയ്ക്ക് അപ്പുറത്ത് ആ കാണുന്ന കാട്ടിൽ ആനയുണ്ട്. അവിടെ നിന്ന് പൊടിപടലങ്ങൾ ഉയർന്നു പോകുന്നത് കാണാം. ആന അവിടെ നിന്ന് പൊടിപടലങ്ങൾ വലിച്ചെറിയുന്നത്, ആ പൊടിപടലങ്ങൾ ഈ മരത്തിന് മുകളിലൂടെ ഉയരുന്നത് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ഈ 3 ആനകൾക്കൊപ്പമാണ് ഇപ്പോൾ ഇതിൻ്റെ സഞ്ചാരം. ഈ ആന ഈ വനംവകുപ്പ് പടക്കം പൊട്ടിക്കുകയും മറ്റുമൊക്കെ ചെയ്ത് ഈ കാട് കയറുകയായിരുന്നു. കാട് കയറിയ ശേഷം ഇന്ന് രാവിലെയോടുകൂടി ഈ പ്ലാന്റേഷൻ ഭാഗത്തേക്ക് കാണുകയായിരുന്നു. പ്ലാന്റേഷൻ ഭാഗത്ത് ഏകദേശം 4, അതായത് മൊത്തം 4 ആന, അതായത് ഈ പരിക്കേറ്റ ആനയും അതിനൊപ്പം മറ്റ് 3 ആനകളും ഒപ്പം ഉണ്ടായിരുന്നു. നിലവിലിപ്പോൾ ഇവിടെ നിന്നും ഈ പുഴ കടന്ന് തൊട്ടപ്പുറത്തെ ആ കാട്ടിലേക്കാണ് മാറിയിട്ടുള്ളത്. ഈ കാടും കടന്ന് അതിനപ്പുറമുള്ള പ്ലാന്റേഷൻ ഭാഗത്തേക്ക് എത്തിയെങ്കിൽ മാത്രമേ ഈ വനംവകുപ്പ് വിചാരിക്കുന്നത് പോലെ ആ ഒരു മയക്കുവെടി വെക്കാൻ സാധിക്കുകയുള്ളൂ. മയക്കുവെടി വെച്ച് അവിടെ നിന്ന് ഈ ആനയെ ചികിത്സിച്ച് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് വനംവകുപ്പിന് കടക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ ഈ പുഴയ്ക്കിപ്പുറത്തെ പ്ലാന്റേഷൻ ഭാഗത്താണ് ആന വന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ മയക്കുവെടി വെക്കാൻ പറ്റിയ ഒരു സാഹചര്യവുമല്ലായിരുന്നു. പക്ഷേ ഈ വനംവകുപ്പ് എത്തിയ സമയത്തേക്ക് ഈ ആന പുഴ കടന്ന് ആ കാട്ടിലേക്ക് കയറുകയും ചെയ്തു. നിലവിലിപ്പോൾ 3 ആനകൾക്കൊപ്പം ഈ ആനയുണ്ട്. ഈ ആന അവിടെ മേഞ്ഞ് നടക്കുകയാണ്. ഇവിടെ വന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞ മസ്തകത്തിന് പരിക്കേറ്റത് കാണാൻ കൃത്യമായിട്ട് കഴിയുമായിരുന്നു. അങ്ങനെയാണ് ഇതാണ് എന്ന് നമുക്ക് വ്യക്തമായത്. നിലവിലിപ്പോൾ ഈ കാണുന്ന ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കാടിനോട് ചേർന്ന ആ ഒരു അന്തരീക്ഷത്തിലൊരു പൊടിപടലം ഉയരുന്നുണ്ട്. അത് അവിടെ തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ഒരു ആനയുടെ ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു. ആ കാണുന്നതാണ് ആന അവിടെ നിൽപ്പുണ്ട്. എന്തായാലും വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിലേക്ക് ആന എത്തിയിരിക്കുന്നു. ഇനി ആനയുടെ ഓരോ സഞ്ചാര ദിശയും കൃത്യമായിട്ട് വനംവകുപ്പ് നിരീക്ഷിച്ച് വനംവകുപ്പ് ആഗ്രഹിക്കുന്നത് പോലെ, അതായത് ആ പ്ലാന്റേഷൻ ഭാഗത്തേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. പ്ലാന്റേഷൻ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് തന്നെ മയക്കുവെടി വെക്കുകയും മറ്റ് ചികിത്സയും കാര്യങ്ങളൊക്കെ ഈ ആനയെ എങ്ങനെയാണ് പ്ലാന്റേഷൻ ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിയുക? അതിനെന്ത് നീക്കമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക? തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. മറ്റ് 3 ആനകൾ ഈ ആനയ്ക്കൊപ്പം ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. തൊട്ടപ്പുറത്ത് ആ കാട്ടിൽ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട് ആനകളെ. ആ മറ്റ് ആനകളെ ഈ ആനകളിൽ നിന്ന് മാറ്റിയെടുക്കുക. ഒരുപക്ഷെ ഈ കഴിഞ്ഞ 2 ദിവസത്തെ ദൗത്യത്തിനിടയിലുണ്ടായ പേടി കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മറ്റ് ആനകൾക്കൊപ്പം ഇതിങ്ങനെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇനി ആ മറ്റാനകളെ ഈ ആനയിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ്. അത് എങ്ങനെ സാധ്യമാകുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. നിലവിലിപ്പോൾ ഈ 4 ആനകളാണ് ഈ പുഴയ്ക്കപ്പുറത്ത് ഉള്ളത്. അതിൽ നിന്ന് ഈ ആനയെ വേർതിരിച്ച് ഈ പ്ലാന്റേഷൻ ഭാഗത്തേക്ക് എത്തിക്കുക എന്നതാണ് വനംവകുപ്പിൻ്റെ ശ്രമം. അത് എത്രത്തോളം വിജയിക്കും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമത്തിലാണ്. നമുക്കവിടെ കാണാം, അവിടെ നിന്ന് മണ്ണ് കുത്തി എറിയുന്നുണ്ട് ആന മണ്ണ് കുത്തി എറിയുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പരിസരവാസികൾ പറഞ്ഞതും നമ്മളോട് പ്രതികരിച്ചതും അങ്ങനെയായിരുന്നല്ലോ ശ്യാം. അതായത് ഈ മുറിവേറ്റത് കൊണ്ടായിരിക്കണം തുടർച്ചയായി മണ്ണും മറ്റും വാരി ആ മുറിവിലേക്ക് എറിയുന്നത് കണ്ടു എന്നാണല്ലോ അവരും പറഞ്ഞത്. ചിലപ്പോൾ അത് തന്നെയായിരിക്കും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആനയുടെ ദൃശ്യങ്ങളിലും കാണാം, ദേഹത്തൊക്കെ കരിയിലയോ മറ്റോ ഒക്കെ ഇരിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ആനയുടെ ദൃശ്യങ്ങൾ, ആ 3 ആനകളെ നമുക്ക് ഇപ്പോൾ കാണാം. ആ 3 ആനകൾ ഈ ആന 2 ആനകൾക്ക് നടുവിലായാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഈ ആനകളെല്ലാം, ഈ 4 ആനകളും മൊത്തം തൊട്ടപ്പുറത്തെ ഈ പുഴയ്ക്കപ്പുറത്ത് നിൽപ്പുണ്ട്. എന്തായാലും അതിൽ നിന്ന് ഈ 3 ആനകളിൽ നിന്ന് ഈ ആനയെ ഒറ്റതിരിഞ്ഞ് പ്ലാന്റേഷനിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ വനംവകുപ്പ് നേരിടുന്ന പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി. അത് എത്രത്തോളം
വിജയകരമാക്കാൻ കഴിയുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. പക്ഷേ നിലവിൽ ഈ ആനയുടെ മുറിവ്, ആ മുറിവിൽ ഒരുപക്ഷെ വേദന ഉണ്ടാകുമ്പോഴായിരിക്കാം ഈ മണ്ണ് വാരി ആ മുറിവിലേക്ക് എറിയുന്നത്. അങ്ങനെ ഇപ്പോൾ നമുക്ക് കാണാം അന്തരീക്ഷത്തിൽ ആ പൊടി ഉയർന്നു പൊങ്ങുന്നുണ്ട്. അത് ഈ തുടർച്ചയായിട്ട് ഇതിങ്ങനെ മണ്ണ് വാരി ഈ മുറിവിലേക്ക് എറിയുന്നത് കൊണ്ടാകാം. എന്തായാലും നിലവിലിപ്പോൾ ഈ ആന ഈ പുഴക്കപ്പുറത്താണുള്ളത്. രാവിലെയോടുകൂടി പുഴ കടന്ന് ഇപ്പുറത്തെ അതായത് വെറ്റിലപ്പാറയിലെ പ്ലാന്റേഷൻ ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്നു. ഇവിടെ മേഞ്ഞു നടക്കുകയായിരുന്നു. അങ്ങനെയാണ് നാട്ടുകാരും മറ്റുമൊക്കെ കണ്ടത്. അങ്ങനെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ആന പുഴ കടന്ന് അപ്പുറത്തേക്ക് എത്തി. അപ്പുറത്തേക്ക് കടക്കുമ്പോഴും ഇനി ആ പ്ലാന്റേഷൻ ഭാഗത്ത് കാലടി ഭാഗത്തേക്ക് ചേർന്നുള്ള പ്ലാന്റേഷൻ ഭാഗത്തേക്ക് ആനയെ എത്തിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി. അവിടെ അത് എത്രത്തോളം വിജയകരമാകുന്നു, അത് വിജയകരമാകുന്ന മുറയ്ക്കായിരിക്കും ഈ മയക്കുവെടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ആനയുടെ ചികിത്സയും മറ്റു കാര്യങ്ങളും ഡോക്ടർ അരുൺ സക്രിയ അടങ്ങുന്ന സംഘത്തിന് നടത്താൻ കഴിയുക. എന്തായാലും വളരെ വ്യക്തമായി കാണാം മണ്ണ് വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, അതായിരിക്കണം കാര്യം. അവശ്യ നിലയിലാണ് എന്ന് നേരത്തെ തന്നെ ഡോക്ടർമാരൊക്കെ പറഞ്ഞിരുന്നല്ലോ, അരുൺ സക്രിയ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. ഇന്ന് 8 മണിയോടുകൂടി മാത്രമേ ഈ ദൗത്യം ആരംഭിക്കൂ അല്ലേ ശ്യാം? തീർച്ചയായിട്ടും രാവിലെയോടുകൂടി ഇനിയിപ്പോൾ ആനയെ ലൊക്കേറ്റ് ചെയ്ത സ്ഥിതിക്ക് ഉടൻ തന്നെ ഈ ദൗത്യസംഘം ഇറങ്ങും. പക്ഷേ ഈ മയക്കുവെടി വെക്കുന്നതിനും മറ്റുമൊക്കെ ഈ ആന കൃത്യമായി എത്തേണ്ട ഇടമുണ്ട്. കാരണം ഈ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ഈ ആന ഓടും. അതെങ്ങോട്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഒരുപക്ഷെ അത് പുഴ മറ്റുമൊക്കെ ഉള്ളതിനാൽ തന്നെ അത് ആനയുടെ ജീവന് തന്നെ അപകടമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാധ്യതകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഏറ്റവും അനുയോജ്യമായൊരു ഇടത്ത് ആനയെ എത്തിച്ച ശേഷം ഈ മയക്കുവെടി വെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും നാളും ഇങ്ങനെ ഈ ആനയെ കൃത്യമായി നിരീക്ഷിച്ച് ഈ 2 ദിവസക്കാലം നിരീക്ഷിച്ച് ഇങ്ങനെ കാത്തിരിക്കുന്നതും. പക്ഷേ ആന ഈ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് എത്തുന്നില്ല. അതായത് ഈ ആനയ്ക്ക് പേടി തട്ടിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ കാട് കയറിയതും പിന്നീട് കാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കൂടെ മറ്റ് 3 ആനകളെ കൂടെ കൂട്ടിയിട്ടുള്ളതും, അല്ലെങ്കിൽ ഈ മറ്റ് 3 ആനകൾക്കൊപ്പം ഇതിങ്ങനെ സഞ്ചാരം തുടരുന്നതും. എന്തായാലും ഇനി ഇതിനെ ഈ മറ്റ് ആനകളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിർത്തി ഈ പറയുന്ന രീതിയിൽ ആ പ്ലാന്റേഷൻ ഭാഗത്തേക്ക് എത്തിച്ച് മയക്കുവെടി വെക്കുക എന്നതാണ്. അത് എത്രത്തോളം കൃത്യമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുന്നോ അത് അനുസരിച്ചിരിക്കും ഇനി ഈ മയക്കുവെടി വെക്കുകയും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. നമുക്ക് ഇപ്പോൾ കാണാം ഈ കാടിന് സമാനമായ രീതിയിൽ, അതായത് പുഴയോട് ചേർന്ന് ഏകദേശം 10 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ആ സ്ഥലത്ത് ഈ 4 ആനകളും നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവിടെ തന്നെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ നേരമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ഈ ആന. ഇവിടെ നിന്ന് ഈ ആനക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല, വേറെ എങ്ങോട്ടും ഇത് മാറിയിട്ടുമില്ല. രാവിലെ ഏകദേശം പുലർച്ചയോടുകൂടി ഈ പറയുന്ന പുഴയ്ക്ക് ഇപ്പുറത്തായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ആന നിൽക്കുന്നത് പുഴയ്ക്ക് അക്കരെ, അതായത് കാടിനോട് ചേർന്നുള്ള ഭാഗത്താണ്. ഇനി ആ കാടിൻ്റെ അപ്പുറത്തെ പ്ലാന്റേഷൻ ഭാഗത്തേക്ക് ഇതിനെ എത്തിക്കുക എന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ഈ വനംവകുപ്പ് നേരിടുന്നത്. ഒരുപക്ഷെ അത് വിജയകരമായിട്ട് ഈ ആനയെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ മയക്കുവെടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതായാലും നേരത്തെ കണ്ടെത്താനേ കഴിഞ്ഞിരുന്നില്ലല്ലോ ശ്യാം. ഇപ്പോൾ ഈ മറ്റു 3 ആനകൾക്കൊപ്പം ആണെങ്കിൽ പോലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞ സ്ഥിതിക്ക് പ്ലാന്റേഷൻ മേഖലയിലേക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗം ദൗത്യ സംഘം സ്വീകരിക്കുമായിരിക്കും. അങ്ങനെ ചികിത്സ നൽകാൻ എളുപ്പത്തിൽ കഴിയുമെന്നും കരുതാം. മൂത്തിയ തീർച്ചയായിട്ടും അത് തന്നെ. അതായത് നിലവിലിപ്പോൾ ഈ ആനയ്ക്ക് പേടി തട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന മറ്റ് ആനകൾക്കൊപ്പം ഇതിങ്ങനെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ ഈ ആനയിൽ നിന്ന് ഒരുപക്ഷെ ഇങ്ങനെ അകന്നു നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു പേടി മാറിയ ശേഷം, അതായത് ഇപ്പോൾ നിലവിൽ ഇതിനെ കൃത്യമായ രീതിയിൽ ലൊക്കേറ്റ് ചെയ്ത് ഈ ആന എവിടെയുണ്ടെന്ന് വനംവകുപ്പിൻ്റെ കൺമുന്നിൽ നിന്ന് ആന മായാത്ത രീതിയിൽ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് ആനയെ ഇങ്ങനെ കൊണ്ടു നിർത്തുക. അതിനുശേഷം അനുയോജ്യമായ ഇടത്തെത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റ് നടപടിക്രമങ്ങളിലൂടെ പ്ലാന്റേഷൻ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഒരുപക്ഷെ നടത്തുമായിരിക്കാം. അത്തരം നീക്കങ്ങളാണ് നിലവിലിപ്പോൾ ഈ വനംവകുപ്പിൻ്റെയോ മറ്റുദ്യോഗസ്ഥരും തന്നെ ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഏതായാലും ആനയെ കൃത്യമായിട്ട് അവർ നിരീക്ഷിച്ച് അവരുടെ ആ ഒരു കൺമുന്നിൽ ഇവിടെ ലൊക്കേറ്റ് ചെയ്ത് നിലനിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ആനയുടെ ഓരോ നീക്കങ്ങളും കൃത്യമായ രീതിയിൽ വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ടാകും. ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആന ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് അതിനനുസൃതമായ രീതിയിലുള്ളൊരു നീക്കങ്ങൾ വനംവകുപ്പും നടത്തുക.
ശരി ശ്യാം, ഏതായാലും എത്രയും പെട്ടെന്ന് ആ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയട്ടെ. കാരണം കുറേ ദിവസമായി ഇതിന്റെ പിന്നാലെയാണ് ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും പൊതുജനങ്ങളുടെ ശ്രദ്ധയും ഒക്കെ ഈ ആനയ്ക്ക് പിന്നാലെയാണ്. അതിലൊക്കെ അപ്പുറത്ത് ആനയ്ക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയട്ടെ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കുറേ ദിവസങ്ങളായി തുടരുന്നത് കൊണ്ട് തന്നെ ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ടാവണം, അവശ നിലയിലാണ് എന്ന് ആദ്യം തന്നെ ഡോക്ടർ പറയുകയും ചെയ്തിരുന്നു.